മാതാപിതാക്കളെ, അധ്യാപകരെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, എല്ലാവർക്കും എന്റെ ദുഃഖാന തിരുനാൾ ആശംസകൾ. ജൂലൈ മാസം നമുക്ക് വിശുദ്ധാത്മാക്കളുടെ ഓർമ്മകളാൽ കേരളത്തിൽ ക്രിസ്തുമതം കൊണ്ടു വന്നു, തോമാമാർഗം എന്നതിനു പേരും വന്നു. നമ്മുടെ നാട്ടിൽ 52 വന്നടഞ്ഞു, പള്ളികളെ സ്ഥാപിച്ചൻ ബാലേഴായി. കൊടുങ്ങല്ലൂർ പാലയുതിരണവും നിലയ്ക്കലും കോട്ടയ്ക്കാവ് കൊല്ലം പിന്നെ കോക്കമംഗലം. രൂപതയുടെ മധ്യസ്ഥനും തോമസ് സ്ലീഹ, അധ്യക്ഷനാം എട്ടാം നാമം സ്ലീഹാതൻ നാമം. തോമാസ്ലീഹ തന്മാധ്യസ്ഥം യാചിച്ചിടാനിന്നു നിന്നു, തോമാസ്ലീഹ പിതാവു തന്നെ. ഒരു 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. അറിയുന്നവര് ആദ്യം കൈ പൊക്കണം. എല്ലാവരും ചാടിക്കറി പറയട്ടെ. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഇവിടെ കാണിക്കുന്ന ചിത്രത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഉത്തരത്തിന് സമ്മാനമുണ്ട്. ഇത് ഏത് പള്ളിയാ? ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് അറിയാതെ കൈപൊക്കിക്കോ. ക്ലൂ തരാം. എന്നാ പിന്നെ AD 54 ഇത് സ്ഥാപിക്കപ്പെട്ടത്. ഉത്തരം പറഞ്ഞു നിരണം. ഈ ചിത്രത്തിലുള്ളത് ആരാണ്? നമ്മുടെ ബത്തേരി രൂപതയുമായി ബന്ധപ്പെട്ട ഒരാളാണ്. ശരി ഉത്തരം ജോസഫ് തോമസ് മെത്രാപ്പൊലീത്ത. സിജിജിയാണ് ആദ്യ ഉത്തരം പറഞ്ഞത്. ജോസഫ് മാർ പിതാവ് അച്ഛനായിരുന്നപ്പോഴുള്ള ഫോട്ടോയാണ്. ഇത് ബൈബിളിലെ തോമസ് സ്ലീഹയായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. ഇത് ഏത് സംഭവമാണെന്ന് തിരിച്ചറിയണം. അത് തന്നെ കറക്റ്റ് ആണ്. തോമസ് സ്ലീഹ ഇത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 27-ാം വാക്യമാണ്. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, നിന്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി നിന്റെ പാർശ്വത്തിൽ വയ്ക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ഏത് തീർത്ഥാടന കേന്ദ്രമാണ്? ഇവിടെ ആദ്യം പറഞ്ഞു മലയാറ്റൂർ. സമ്മാനം. അടുത്ത ക്വസ്റ്റ്യൻ, വിശുദ്ധ തോമസ് സ്ലീഹ കൊല്ലപ്പെട്ടത് എവിടെ വെച്ച്? മമ്മിയാണ് ചിന്നമനാന്ന് പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. യേശുവിൻ്റെ ശിഷ്യൻ നീ, ഭാരതത്തിൻ ഭാഗ്യം കണ്ടു കണ്ണിൽ കൊണ്ടു പ്രിയ ഗുരുവിൻ തിരുവിലാവ്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്. വൈകിയില്ല തെല്ലുമവൻ ആത്മാവിൽ പൂരിതനായി അലകടൽ താണ്ടീത അജ്ഞരുടെ നാട്ടിലേക്ക്.
തോമസ് സ്ലീഹ വഴി ഈശോയെ അറിഞ്ഞ ഭാരതീയരായ ഓരോ ക്രൈസ്തവരും ഓർക്കുകയും പ്രാർത്ഥിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന ദിനം ഇന്നാണ്. ജീവിതത്തിന്റെ വിവിധ തിരക്കുകളിൽ, സഹനങ്ങളിൽ, വേദനകളിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ വിശുദ്ധ തോമസ് സ്ലീഹായുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. വിശുദ്ധ തോമസ് സ്ലീഹായോട് ചേർന്ന് നമുക്ക് ഏറ്റുപറയാം: എന്റെ കർത്താവേ, എന്റെ ദൈവമേ. തോമസ് നാമധാരികളായ എല്ലാവർക്കും ഫീസ്റ്റിന്റെ മംഗളങ്ങൾ ആശംസിച്ചുകൊള്ളുന്നു.